ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതാണ് സത്യമെന്നോ ഏതാണ് അസത്യമെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഓരോ മനുഷ്യരുടെ മുമ്പിലും അത് കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഈയിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രം വെച്ച് ചില പോസ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഉപവാസത്തിൻ്റെ ആവശ്യമില്ല എന്ന ചില നിലപാടുകളോട് കൂടിയുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഇതിലെന്തുമാത്രം ശരിയുണ്ട്, എന്തുമാത്രം സത്യമുണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല. ഫ്രാൻസിസ് പാപ്പയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ താഴെ ഫ്രാൻസിസ് പാപ്പ എന്നൊരു എഴുത്തോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു എന്ന് പലരും വിശ്വസിക്കും. ഈ തപസ് കാലത്തിൽ ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5-6 ദിവസമായിട്ടുള്ള ചില പോസ്റ്ററുകളും എഴുത്തുകളൊക്കെ കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. കാര്യം സഭ നിർദ്ദേശിക്കുന്ന ചില ഉപവാസങ്ങളുണ്ട്, അത് അത്യാവശ്യമാണ്, അത് വേണമെന്ന് സഭ പഠിപ്പിക്കും. ഏറെ പ്രത്യേകിച്ച് ഈ പീഡാസഹന കാലഘട്ടത്തിലെ, ഏറെ പ്രത്യേകിച്ച് ഈ തപസ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഉപവാസം അത് നിർബന്ധമാണ്. സഭ അനുശാസിക്കുന്ന ഉപവാസങ്ങളാണ്. അങ്ങനെ ചെയ്യണമെന്ന് സഭ കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പ്രസിദ്ധീകരണങ്ങളും എഴുത്തുകളെ കാണുമ്പോൾ എഴുതുന്നവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. എഴുതുന്നവർക്കറിയാം ഉപവാസത്തിൻ്റെ പ്രസക്തി എന്താണെന്ന്. ഉപവാസത്തിലൂടെ ഒരാൾ ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് അവർക്കറിയാം. അതുകൊണ്ട് ആരൊക്കെയാണോ ഇതിനെയൊക്കെ ലഘൂകരിച്ച് കാണുന്നത് അത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് കുറയുമല്ലോ. അതായിരിക്കും ഒരു പക്ഷേ അവരുടെയൊക്കെ ലക്ഷ്യം. ഇത് വിശ്വസിച്ച് സ്റ്റാറ്റസ് ഇടുന്നവരും ഷെയർ ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരാണ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളൊന്നാണ് ഈ തപസ് കാലത്തെ ഉപവാസം. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈ ഉപവാസത്തെക്കുറിച്ചുള്ളൊരു തർക്കമാണ്. തർക്കം ഇതാണ്: സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് പറയും, എന്തിനാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? അന്നത്തെ നിയമം അനുസരിച്ച് ആണ്ടിലൊരിക്കൽ ഉപവസിക്കണം, അത് ഒരു നിയമമാണ്. പക്ഷേ ഫരിസേയരും സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ വർഷത്തിലൊരിക്കലല്ല, അവർ പല പ്രാവശ്യം ഉപവസിച്ചിരുന്നു. അതിന് കാരണം അവർ ചിന്തിച്ചിരുന്നത് ദൈവരാജ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനായിട്ട് അവർ കുറച്ചും കൂടി വിശുദ്ധിയിലേക്ക് എത്തുന്നതെന്ന് തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അവർ ഒത്തിരി പ്രാവശ്യം ഉപവസിച്ചിരുന്നു. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചില്ല എന്ന കാരണം കൊണ്ടാണ് അവർ ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? ചോദ്യം വളരെ വ്യക്തമാണ്. പക്ഷേ യേശു വളരെ പിൻ പോയിൻ്റായിട്ടൊരു ഉത്തരം അതിന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാവില്ല. പക്ഷേ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലാണ് പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാൻ കഴിയുമോ? ഇതിൽ നമ്മൾ കുടുങ്ങിപ്പോയിട്ട് നമ്മൾ ചിന്തിക്കും കർത്താവ് ഉപവാസത്തിനെതിരാണെന്ന്. അല്ല, കർത്താവ് ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. ആണ്ടിലൊരിക്കലും ഉപവാസമുണ്ട്, ആ ഉപവാസം എല്ലാവരും അനുഷ്ഠിക്കണം. ആ സമയത്ത് അവരനുഷ്ഠിച്ചോളും. ആ സമയം ഏതാണ്? യേശു പറഞ്ഞതുപോലെ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. ഏതാണത്? അതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. തപസ് കാലഘട്ടം, നമ്മുടെ കർത്താവ് പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അനുസ്മരണത്തിൻ്റെ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും. അതുകൊണ്ട് നമ്മൾ ഉപവസിക്കേണ്ട നാളുകളാണ് ഈ തപസ് കാലഘട്ടം. മണവാളൻ നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ട ആ ഓർമ്മയുടെ നാളുകൾ. ആ ഓർമ്മയുടെ നാളുകൾ ആണ്ടിലൊരിക്കലെ കുമ്പസാരമാണ്. ഈ കുമ്പസാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഭ നിർദ്ദേശിക്കുന്ന നാളുകളാണ്. പ്രിയമുള്ളവരെ, ആവർത്തിച്ച് സുവിശേഷങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഉപവാസത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ഈ ഒരു 40 നാളുകൾ ശരീരത്തിനെ കുറച്ചും കൂടി ബലപ്പെടുത്താൻ, ദൈവവുമായി കൂടുതൽ അടുത്തിരിക്കാൻ ചില ഉപവാസങ്ങളുടെ അത്യാവശ്യം നമുക്കുണ്ട്. അത് ശരീരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണകാര്യത്തിലും ഉണ്ടാകണം, മനസ്സുമായി ബന്ധപ്പെട്ട് ചില തീരുമാന കാര്യത്തിലുണ്ടാകണം. ഭക്ഷണത്തെ വേണ്ട എന്ന് വച്ച് ഉപവസിക്കുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ ചില തീരുമാനങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ എന്തിനോടാണോ ഏറ്റവും അധികം അഡിക്റ്റായിട്ട് പോകുന്നത് അതിനോടൊക്കെ നോ പറയാനും, നമ്മൾ എന്തിനോടാണോ കൂടുതൽ അകന്നു പോകുന്നതിനോടൊക്കെ എസ് പറയാനുള്ള ഒരു സാധ്യത ആണ് ഉപവാസം. അങ്ങനെ ദൈവവുമായി കൂടുതൽ അടുക്കുന്ന ഓരോ മനുഷ്യർക്കും പിന്നീടുണ്ടാകുന്നത് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സവിധേ